കേരളം കണ്ട ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്തയാണ് വരുന്നത്. പി.വി. അൻവർ ലീഗിലേക്ക് പോകും എന്നുള്ളതാണ് വാർത്ത. ലീഗ് പി.വി. അൻവറിനെ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ലീഗിൻ്റെ നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. പി.വി. അൻവർ ഇപ്പോൾ വഴിയാധാരമായിരിക്കുന്ന സമയമാണ്. യു.ഡി.എഫിലും ഇല്ല, എൽ.ഡി.എഫ് ഇറങ്ങുകയും ചെയ്തു. യു.ഡി.എഫിൽ എത്തിയിട്ടുമില്ല, ഇല്ലത്തുനിന്ന് ഇറങ്ങി അമ്മാത്തെത്തിയിട്ടില്ല എന്ന് പറയുന്ന പോലെ യു.ഡി.എഫിൽ എത്തിയിട്ടുമില്ല, യു.ഡി.എഫിലേക്ക് കയറാൻ സാധിക്കുന്നുമില്ല. ഘടകകക്ഷിയായി വന്ന് കയറാം, അതിലൂടെ മന്ത്രിയാവാം എന്നൊക്കെ പി.വി. അൻവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ പി.വി. അൻവറിന് ഒരു സാധ്യതയും യു.ഡി.എഫിന് കൽപ്പിച്ചു കൊടുക്കുന്നില്ല. യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥിത്വം യു.ഡി.എഫിൻ്റെ ഉള്ള മെമ്പർഷിപ്പ്, അതായത് പാർട്ടി എന്ന നിലയ്ക്ക് TMC കൊടുക്കാൻ, തൃണമൂൽ കോൺഗ്രസിന് കൊടുക്കാൻ യു.ഡി.എഫ് തയ്യാറായിട്ടുമില്ല. പ്രത്യേകിച്ച് വലിയ എതിർപ്പ് യു.ഡി.എഫിൽ നിന്നുണ്ട്. പ്രത്യേകിച്ച് വി.ഡി. സതീശൻ ശക്തമായ എതിർപ്പുണ്ട്. അദ്ദേഹത്തിനെതിരെ വലിയ അഴിമതി ആരോപണം. കേരളത്തിൽ വി.ഡി. സതീശനെതിരെ ആദ്യമായിട്ടോ അവസാനമായിട്ടോ അഴിമതി ആരോപണം നടത്തിയ ആളാണ് പി.വി. അൻവർ. ബാക്കിയെല്ലാം പിന്നെ അഴിമതിയല്ലല്ലോ, അദ്ദേഹം നേരിട്ട് ഭരണത്തിൻ്റെ ഭാഗമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ആരോപണങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ പി.വി. അൻവർ ആണ് വി.ഡി. സതീശനെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനെ സഹിക്കാൻ പോലും പറ്റില്ല. അദ്ദേഹത്തെ നിയമസഭയിലേക്ക് അദ്ദേഹത്തെ യു.ഡി.എഫിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കും കേട്ടിരിക്കേണ്ടി വരും. അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു കോടാലിയായി മാറുമെന്ന് യു.ഡി.എഫ് കരുതുന്നുണ്ട്. വി.ഡി. സതീശൻ പ്രത്യേകിച്ച് അതിനെ ശക്തമായി എതിർക്കാനുള്ള കാരണം അതാണ്. കോഴിക്കോട് വന്ന് KC വേണുഗോപാൽ കാണാൻ തയ്യാറായ സമയത്ത് അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കഴിവ് വി.ഡി. സതീശനുണ്ട്. അപ്പോൾ എത്രത്തോളം ശക്തി വി.ഡി. സതീശന് കേരളത്തിലുണ്ട്, കോൺഗ്രസിലുണ്ട് എന്നുള്ളതിന് തെളിവ് കൂടിയാണത്. പി.വി. അൻവർ പാവം അവിടെ പോയി നിൽക്കുകയും അദ്ദേഹത്തെ കാണാൻ സാധിക്കാതെ തിരിച്ചു വരേണ്ടിയും വന്നു. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് വി.ഡി. സതീശൻ്റെ ശക്തമായ എതിർപ്പാണ്. വി.ഡി. സതീശൻ ശക്തമായി അതിനെതിരാണ്. പി.വി. അൻവർ പിന്നെ ആകെയുള്ള പച്ചത്തുരുത്താണ് ലീഗ്. ആ പച്ചത്തുരുത്തിലേക്ക് ലീഗിലേക്ക് കാൽവയ്ക്കാൻ പി.വി. അൻവർ തയ്യാറെടുക്കുന്നു. കണ്ടീഷൻസ് ഉണ്ട്. തിരുവമ്പാടി സീറ്റ് നൽകണമെന്നുള്ള കണ്ടീഷനുണ്ട്. ഇനി തിരുവമ്പാടി തന്നില്ലെങ്കിലും മറ്റേതെങ്കിലും ഒരു സേഫായ സീറ്റിലേക്ക് യു.ഡി.എഫ് ലീഗ് പരിഗണിക്കണമെന്നുണ്ട്. പക്ഷേ ലീഗ് പറയുന്നത് തവനൂരിൻ്റെ കാര്യത്തിൽ ലീഗിന് ഒരാഗ്രഹമുണ്ട് പി.വി. അൻവറെ തവനൂർ മത്സരിപ്പിക്കാമെന്നുള്ളത്. പക്ഷേ കാര്യം ഉണ്ടാവില്ല എന്ന് പി.വി. അൻവറിനും അറിയാം. KT ജലീലിനെ നേരിട്ട് മത്സരിക്കാൻ തയ്യാറല്ല പി.വി. അൻവർ. തിരുവമ്പാടിയിൽ മത്സരിക്കാൻ അദ്ദേഹം മലയോര മേഖല എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് അതാണ്. തിരുവമ്പാടി ഏകദേശം മലയോര മേഖലയുമായി ഒരു സാദൃശ്യമുള്ള മേഖലയാണ്, അത് കുടിയേറ്റക്കാരുള്ള മേഖലയാണ്. തിരുവമ്പാടിയിലേക്ക് വരാം എന്നാണ്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ടുകൾ കൂടി ക്യാൻവാസ് ചെയ്യാൻ സാധിക്കാൻ പി.വി. അൻവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് പി.വി. അൻവറിൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. നിലമ്പൂർ മാത്രമല്ല പി.വി. അൻവറിൻ്റെ കണ്ണ്, തിരുവമ്പാടിയിലാണ് കണ്ണ്. അപ്പോൾ തിരുവമ്പാടി സീറ്റ് ലീഗ് പി.വി. അൻവറിന് കൊടുക്കാമെന്ന് തയ്യാറായാൽ, പിന്നെ തൻ്റെ ഒന്നിച്ചുള്ള വരുന്ന ആൾക്കാരെ കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ, മാന്യമായ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറായാൽ ലീഗിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ലീഗ് ഇന്ന് പി.വി. അൻവർ നടത്തേണ്ടിയിരുന്ന പത്രസമ്മേളനം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനുള്ള കാരണമാണ്. യു.ഡി.എഫിൽ എടുക്കാമെന്ന ഒരു ചിന്തയും പി.വി. അൻവറിനോ കേരളത്തിലെ ആർക്കും ഇനി ഉണ്ടാവില്ല. അദ്ദേഹം ഒറ്റ ഓപ്ഷനേ അദ്ദേഹത്തിനുള്ളൂ. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നിലനിൽക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ തീരുമാനമേ എടുക്കാൻ പറ്റുള്ളൂ, അദ്ദേഹം ലീഗിലേക്ക് ചേരുക എന്നതാണ്. അതിന് ലീഗ് അവരുടെ ഡോർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ലീഗിന് അങ്ങനെ വലിയ രാഷ്ട്രീയമായ വിഷയങ്ങളൊന്നുമില്ല. ലീഗ് സ്വാഭാവികമായും നയപരമായ തീരുമാനങ്ങളൊന്നും എടുക്കേണ്ടതില്ല. രാഷ്ട്രീയപരമായി തീരുമാനിച്ചാൽ, പാണക്കാടെന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ സ്വാഭാവികമായിട്ടും ലീഗിലേക്ക് അൻവറിനെ സെലക്ട് ചെയ്യും. അതിൽ ഒരു സംശയമില്ല. ലീഗിന് അത് ആഗ്രഹവുമുണ്ട്. കാരണം ലീഗിനെ സംബന്ധിച്ച് മലപ്പുറം അവരുടെ കോട്ടയാണ്. ആ കോട്ടയിൽ വിള്ളൽ വീഴ്ത്തിയ 3-4 നേതാക്കളേ ഉള്ളൂ. ഒന്ന് KT ജലീലാണ്, 2 അബ്ദുറഹ്മാനാണ്, 3 പി.വി. അൻവറാണ്. ഈ 3 പേര് എങ്ങനെയെങ്കിലും KT ജലീലിനെ എടുക്കാൻ സാധിക്കില്ല. അബ്ദുറഹ്മാൻ കോൺഗ്രസിലാണ്, ലീഗിലല്ല. യു.ഡി.എഫിനെ വീഴ്ചയിൽ വരുത്തിയും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ്. ലീഗിനെ നേരിട്ട് അടിച്ചിട്ടില്ല 2 പേരും. പക്ഷേ പി.വി. അൻവറാണ് യു.ഡി.എഫിനെ ശക്തമായി എതിർത്ത് സംസാരിച്ച നേതാവ്. ആ നേതാവിനെ ലീഗിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ലീഗ് നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ലീഗിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അങ്ങനെ വന്നാൽ ലീഗിലേക്ക് പോകുമ്പോൾ അദ്ദേഹം വയ്ക്കുന്ന ഉപാധി TMCയിലെ എല്ലാ നേതാക്കളെയും അതിൻ്റെ ഭാഗമായി TMCയിൽ തൻ്റെ ഒപ്പം വന്ന TMC ചേർന്ന എല്ലാ നേതാക്കളെയും കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ളതും. ഇപ്പോൾ TMCയെ വഴിയാധാരമാക്കിയിട്ടായിരിക്കും പി.വി. അൻവർ പോവുക എന്നുള്ളതുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ വലിയ സ്പേസ് ഒന്നുമില്ല. പി.വി. അൻവർ വന്നിട്ടില്ലെങ്കിൽ ആ പാർട്ടിയെക്കുറിച്ച് കേരളത്തിലൊരു ചർച്ച പോലും നടക്കില്ല. ആ രീതിയിൽ നോക്കുമ്പോൾ പി.വി. അൻവർ വന്നത് കുറച്ചെങ്കിലും ഗുണപരമായി എന്നേ പറയാൻ പറ്റുള്ളൂ. പി.വി. അൻവറിന് തൃണമൂൽ കോൺഗ്രസ് പറ്റിയൊരു പാർട്ടിയൊന്നുമല്ല. അദ്ദേഹം അത്ര വലിയ മമതയുമായിട്ടൊന്നും ബന്ധപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റിയ നേതാവല്ല. കേരളത്തിൽ നിലമ്പൂരിൽ മാത്രം അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ മാത്രം ഇമേജുള്ള നേതാവാണ്. കേരളത്തിന് പുറത്ത് അദ്ദേഹത്തിന് ഒരു ചുക്കും ചെയ്യാനില്ല. അപ്പോൾ അദ്ദേഹത്തിന് പറ്റുന്നൊരു കാര്യം ലീഗിൽ നിൽക്കുക എന്നതാണ്. ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. അത്ഭുതമൊന്നുമില്ല കാരണം അദ്ദേഹം ഇപ്പോൾ യു.ഡി.എഫിന് അനുകൂലമായ നിലപാടുകളാണ് എടുക്കുന്നത്. യു.ഡി.എഫിൽ കോൺഗ്രസിലെ ചില നേതാക്കൾക്കെതിരാണെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ യു.ഡി.എഫിൽ ലീഗുമായിട്ട് ഒരു പ്രശ്നം അദ്ദേഹത്തിനില്ല. കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം വാനോളം കൊടുത്തുകയാണ് ചെയ്യുന്നത്. കുഞ്ഞാലിക്കുട്ടി ഇനി ഇങ്ങനെ താഴേണ്ടതില്ല കോൺഗ്രസിന് മുമ്പിൽ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന പി.വി. അൻവർ യു.ഡി.എഫിൽ നിന്ന് യു.ഡി.എഫിലേക്ക് കയറണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു വഴി മാത്രമേ ഉള്ളൂ, ലീഗിലേക്ക് ചേരുക. അതിൻ്റെ ഭാഗമായി 5ാം മന്ത്രിസ്ഥാനം അദ്ദേഹം ഡിമാൻഡ് ചെയ്യും. കഴിഞ്ഞ തവണ മഞ്ഞളാംകുഴിക്കലേക്ക് കൊടുത്ത ആ മന്ത്രിസ്ഥാനം അത് സ്വാഭാവികമായിട്ടും പി.വി. അൻവർക്ക് ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിന് 5ാം മന്ത്രിസ്ഥാനം ലഭിക്കുകയും ചെയ്യും.
അപ്പോൾ അങ്ങനെ വന്നാൽ 5-ാം മന്ത്രി സ്ഥാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം അടുത്ത മന്ത്രിസഭ PD സതീശൻ്റെ നേതൃത്വത്തിലോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അടുത്ത മന്ത്രിസഭയിലേക്ക് PV അൻവറിനെ പരിഗണിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോഴുള്ളൊരു സ്ട്രാറ്റജി പോകുന്നത്. അത് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, ഒരേ ഒറ്റ ഓപ്ഷനിൽ ലീഗിലേക്ക് പോവുക. അദ്ദേഹം വെക്കുന്ന 2 ഉപാധികൾ: ഒന്ന്, തിരുവമ്പാടിയിൽ മത്സരിക്കാനുള്ള അവസരം നൽകുക, അതോടൊപ്പം അടുത്ത മന്ത്രിസഭയിൽ ഒരു മന്ത്രി ആയിട്ട് അദ്ദേഹത്തിന് ചുമതലയേൽക്കാൻ. അദ്ദേഹത്തിന് വൻ തിരിച്ചുവരവായിട്ട് അദ്ദേഹത്തിന് സ്വയം വിലയിരുത്താവുന്നതാണ്. CPM നിന്നാൽ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടില്ല. കാരണം സ്വതന്ത്രനായിട്ട് PV അൻവറെ പരിഗണിച്ചിട്ടില്ലല്ലോ. VV അബ്ദുറഹ്മാനെയാണ് പരിഗണിച്ചത്. ഒരിക്കലും അദ്ദേഹത്തെ പരിഗണിക്കാൻ, വിവാദങ്ങൾക്ക് പുറകെ പോകുന്ന ഒരാളെ പരിഗണിക്കാൻ LDF തയ്യാറാവില്ല. സ്വയം തലവേദനയാവും. പക്ഷേ ലീഗിൽ നിന്നാൽ അങ്ങനത്തെ വിവാദങ്ങളൊന്നും, ബിസിനസ്സോ കാര്യങ്ങളൊന്നും ലീഗിലൊരു മോശം കാര്യമില്ല. അത് ലീഗിലൊരു അഡ്വാൻറ്റേജാണ്. CPM അത് ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് കാണുക. പക്ഷേ ലീഗിൽ അത് അഡ്വാൻറ്റേജാണ്. വ്യവസായികൾക്കും ഒക്കെ തന്നെ വലിയ സീറ്റുകൾ കൊടുക്കുന്ന പാർട്ടിയാണ് ലീഗ്. ലീഗ് അണികൾക്കും അത് പ്രശ്നമേ ഉണ്ടാവില്ല. ആ രീതിയിൽ നോക്കിയാൽ കോൺഗ്രസിൽ നിന്ന് ഒരിക്കലും ഒരു പോസിറ്റീവായ റെസ്പോൺസ് ഉണ്ടാവാൻ സാധ്യതയില്ല. UDF എടുക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ കോൺഗ്രസ് ഒരിക്കലും പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയും ലീഗ് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ PV അൻവറിന് മുമ്പിൽ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ: അദ്ദേഹം നേരെ ലീഗിൽ ചേരുക എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. നാളെ നമുക്ക് നല്ല വിവരം കിട്ടാം. ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരിക്കും PV അൻവർ ലീഗിൽ.